നല്ല കാറ്റ് അല്ലേ? ചുട്ടുകൊള്ളുന്ന കാറ്റ്. എനിക്കിപ്പം അങ്ങനെ തോന്നുന്നതിൽ തെറ്റില്ല. ജസ്റ്റ് മിസ്സാ, അല്ലെങ്കിൽ ആ പട്ടി എന്നെ കൊന്നേനെ. ഗോപാൽജി ഒന്ന് ആലോചിക്കും, ഒരു നെക്ലസിന് വേണ്ടി എന്നെ വീണ്ടും കൊലക്കൂടും. നീയും മറ്റൊരു കാര്യം ആലോചിക്കും. ശത്രു സൈന്യത്തിൻ്റെ യന്ത്രത്തോക്കും ബോംബും അത് കണ്ട് ഇന്ത്യ പട്ടാളക്കാർ പേടിച്ചോടിയാൽ ഇന്ത്യയുടെ സ്ഥിതി എന്താവും? ഇതെത്രയോ നിസ്സാരം. ഒരു കുട്ടി, ഒരു പട്ടി, അത് നമുക്ക് ശരിയാക്കാം. നീ ആദ്യം കയറും. പെട്ടെന്ന് കയറ്. ഉച്ചയ്ക്ക് കുറച്ച് അവിയലുണ്ടാക്കട്ടെ മോളെ, കഴിക്കുമോ? എനിക്ക് ചപ്പാത്തിയും ചമ്മന്തി മതി. ചപ്പാത്തിയും ചമ്മന്തിയോ? കേൾക്കുമ്പോൾ ഒരു ചേർച്ച വേണ്ടേ മോളെ? എനിക്ക് അത്രയ്ക്ക് ചേർച്ചൊക്കെ മതി. ഇതാര്? വാ. ആ ഓട്ടം നല്ല രസമായിരുന്നു കേട്ടോ. ഞാനൊന്ന് കുറേ ചിരിച്ചു. എനിക്ക് മോളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പിന്നെന്താ, പറയൂ. ഇവൻ്റെ വീട്ടിൽ മുഴുവൻ പട്ടിണിയാണ് മോളെ. അയ്യോ, എന്നിട്ട് പറഞ്ഞില്ലല്ലോ. ആൻറ്റി കുറച്ച് അരി കൊടുത്തേക്കണം കേട്ടോ. ഇപ്പൊ കൊണ്ടുവരാം. അരിയൊന്നും വേണ്ട, ഞാനൊരു അവസ്ഥ പറഞ്ഞതാ മോളെ. 7 കൊല്ലമായിട്ട് ഇവൻ്റെ അച്ഛൻ തളർവാദം വന്ന് കിടപ്പില്ല. അയ്യോ പാവം. അമ്മയ്ക്ക് ഭ്രാന്ത്, ചങ്ങല കിട്ടിരിക്കുക. അയ്യോ 2 പെങ്ങന്മാരുള്ളത്, 2 കണ്ണുകുട്ടികള്. എന്റെ കർത്താവേ, ഒരു കുടുംബത്തിന് എന്തിനാ ഇങ്ങനെ തീ തെറ്റിക്കുന്നേ? തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഇവന് ഭയങ്കര മുട്ടുവേദനയാണ്, ഓടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തൽക്കാലം മോള് പട്ടിയെ ഒഴിവാക്കണം. മുട്ടുവേദന മാറിയാൽ? മുട്ടുവേദന മാറിയാൽ ഇഷ്ടം പോലെ ഓടിച്ചോ. അതിന് മുമ്പ് ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് പട്ടിയെ മരിക്കാൻ മതി. പറഞ്ഞല്ലോ മോളെ, അച്ഛന് തളർവാദം, അമ്മയ്ക്ക് ഭ്രാന്ത്, കണ്ണ് കാണാത്ത 2 സഹോദരിമാർ. കുറച്ച് കരുണ കാണിക്കണം മോളെ കേട്ടോ. പോട്ടെ, ഇപ്പോൾ ഞാൻ പോട്ടെ. പോട്ടടാ. എന്തൊരു മണ്ടൻ കഥ അയാൾ പറഞ്ഞത്. അച്ഛന് തളർവാദം, അമ്മയ്ക്ക് പ്രാന്ത്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുമെന്ന് വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നുണേ പറയൂ. ഇഡിയറ്റ്. എന്റെ കർത്താവേ, ഇതൊക്കെ സത്യമാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്. ആകാശം വല്ലതും കഴിച്ചു കാണൂല്ലേ? അയ്യോ ഇല്ല. എന്നാ വാ. ആകാശനെ പട്ടി കടിച്ചില്ലല്ലേ? ഇല്ല. ഇനി സമയമുണ്ടല്ലോ. ഇതിനു മുമ്പ് ഇവിടെ നിന്ന് 2 നേഴ്സന്മാരെയും പട്ടി കടിച്ചത്. എൻ്റെ കർത്താവേ, നിലവിളിച്ച് ചോര ഒലിപ്പിച്ചും കൊണ്ട് 2 കൂടെ ഓടിയ ഓരോ ഓട്ടം. കഴിക്ക്. പിന്നെ വന്ന നേഴ്സിനെ ടീനമോൾ ഒറ്റ ചവിട്ടിന് വീഴ്ത്തി. തലയിലേ 14 സ്റ്റിച്ചായിട്ടത്. പിന്നെ ഈ പടി കയറിയിട്ടില്ല. അപ്പോഴവർ ആൺനേഴ്സിനെ നിർത്താൻ റേച്ചൽ തീരുമാനിച്ചത്. ആൺകുട്ടി ആയതുകൊണ്ടല്ലേ ആകാശന് മരത്തെ കയറാൻ പറ്റിയത്. അയ്യോ, മതിയാക്കിയോ? മതിയായി. ഗോപാൽജി, തന്നെ എൻ്റെ കൈ കിട്ടിയ. അതെ, സത്യത്തിൽ ആ കൊച്ചിനെന്താ അസുഖം? ഇതൊക്കെ തന്നെ. 2-3 മാസം മുമ്പ് ഒരു പനി വന്നിരുന്നു. അതിന് ബോംബെയിലോ വെല്ലൂരോ ഒക്കെ കൊണ്ടുപോയി ചികിത്സിച്ചതാ. തിരിച്ചു വന്നപ്പോഴത്തേക്കും ക്ലാസ് കുറേ അങ്ങ് പോയല്ലോ. അതിനുശേഷം സ്കൂളിൽ വിട്ടിട്ടില്ല. വർഗീസ് ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. പ്രധാന അസുഖം അതൊന്നുമല്ല എൻ്റെ ആകാശ. അതിൻ്റെ അപ്പം പോയേണ്ടിയാ. എവിടേക്ക്? വേറൊരിടത്തായിട്ട് ബന്ധമുണ്ടെന്നും പറഞ്ഞ് ഇവിടെ എപ്പോഴും അങ്ങ് വഴക്കാം. ഇപ്പം ഡൈവേഴ്സായി. അങ്ങേര് പിന്നെ ഈ നാട്ടിലേക്കേ വന്നിട്ടില്ല. എങ്ങാണ്ട് മലേഷ്യയിലോ സിംഗപ്പൂരോ ഒക്കെ ആണെന്ന് പറയുന്നത് കേട്ടു. ആ പെണ്ണിൻ്റെ കൂടെ പട്ടി കൂട്ടില്ല. എന്നാലും ആകാശം ഒന്നും സൂക്ഷിച്ചു.
ഗോപാൽജി പറഞ്ഞതൊക്കെ നുണയാണെങ്കിലും എൻ്റെ അവസ്ഥ ഏതാണ്ട് അതൊക്കെ തന്നെ. പട്ടി അഴിച്ചു വിട്ടാൽ ഞാൻ ഇനി ഓടും. പക്ഷേ ഒരു റബ്ബർ പന്ത് പോലെ ഞാൻ തിരിച്ചു വരും. അത്ര ഗതികേട്ടില്ല. ഇനി എത്ര പേര് മതിലയാടിയാലും ഞാൻ മിണ്ടില്ല. ശ്രുതി ചേച്ചി ഇനി മതിൽ ചാടാൻ വരൂല. അല്ല, വേറെ ആരെങ്കിലും മതിലയാടാൻ വരികയാണെങ്കിൽ വന്നോട്ടെ. പിന്നെ ഇവിടുത്തെ മതിൽ ചാടാൻ ആൾക്കാർ ക്യൂ നിൽക്കല്ലേ. അല്ല, എൻ്റെ ഭാഗത്ത് എതിർപ്പൊന്നും ഉണ്ടായില്ല എന്ന് പറയുമായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ഞാൻ കഴിക്കണം. എങ്കിലൊരു കോംപ്രമൈസ്. നിങ്ങൾ ഓടിച്ചു വിട്ട ശ്രുതി ചേച്ചിയുടെ വീട്ടിൽ പോയി ബർഗർ വാങ്ങിച്ചു വരണം. ഇപ്പം തന്നെ, ഈ നിമിഷം തന്നെ ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം. ആ അഡ്രസ്സ് ഒന്ന് വാട്സാപ്പിൽ ഇട്ടാൽ മതി. പിന്നെ എൻ്റെ കാര്യം ഒന്ന് പട്ടിയോട് പറഞ്ഞേക്കണം. ബർഗർ ബർഗർ ബർഗർ. എന്ത് വേണം? ഞാൻ കിണുങ്ങാതെ കാര്യം പറയണം മിസ്റ്റർ. പിടിച്ചു പുറത്താക്കാൻ ഇവിടെ സെക്യൂരിറ്റി ഒന്നുമില്ല. ആരംഭശൂരത്തോ ജോലി കയറുന്ന ആദ്യ ദിവസമായിരുന്നല്ലോ, അതുകൊണ്ട് പറ്റിയ തെറ്റാ. ഇത് പറയാൻ ഇവിടം വരെ വരണോ? ഒരു കത്തെഴുതി അയച്ചാൽ മതിയായിരുന്നു. ശ്രുതിയെ ഓടിച്ചതിന് പകരമായി അവിടുത്തെ പട്ടി എൻ്റെ പുറകെ ഓടിച്ചു. ഉള്ള ജീവൻ കൊണ്ട് ഞാൻ എൻ്റെ നാട് വരെ ഓടി. ബർഗർ കൊണ്ടുചെന്നില്ലെങ്കിൽ എൻ്റെ ജോലി പോകും. തന്റെ ജോലി പോയാൽ എനിക്കെന്താ? ഇവിടെ ബർഗറും മണ്ണം കട്ടി ഒന്നുമില്ല. സൗത്ത് ആഫ്രിക്കയിൽ തന്നെ തീവണ്ടിയും തള്ളിയിട്ട സായിക്കുമാരോട് മഹാത്മാഗാന്ധി ക്ഷമിച്ചിരുന്നു. ഓവോ, എങ്കിൽ പിന്നെ മഹാത്മാഗാന്ധിയോട് ചെന്ന് പറ ബർഗർ തരാൻ. ആരാ മോളെ അത്? ടീനമോളെ നോക്കാൻ വന്ന നേഴ്സാ അമ്മേ. എന്നിട്ട് ആണിന്റെ ശബ്ദമാണല്ലോ കേട്ടത്. ഞാൻ മെയിൽ നേഴ്സാണമ്മേ. അതെ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. താനൊന്ന് പോകുന്നുണ്ടോ? ആരാ? ഞാൻ ബർഗർ. ഓ, ബർഗർ എന്നാണോ പേര്? ആ, കൊടുത്തു പറഞ്ഞാൽ വാങ്ങാൻ കൂടി വന്നത്. എന്തിനാ നിക്കുന്നത്? ഇരിക്കാൻ പറഞ്ഞില്ല, അതുകൊണ്ടാ. ഇയാളോട് പൊയ്ക്കോളം പറഞ്ഞിട്ട് പിന്നെ എന്തിനാ നിക്കുന്നെന്നാ ചോദിച്ചത്. ഞാൻ ആകാശ്. ചോദിച്ചില്ലല്ലോ. അല്ല, താൻ ഇയാളെന്നൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടായിരിക്കാൻ പറഞ്ഞു. എന്നാൽ ആകാശ്, ബർഗർ ഉണ്ടാക്കാൻ മയണീസ് വേണം. തീർന്നു. മാത്രമല്ല, അമ്മ വീണ് കാലൊടിഞ്ഞു കിടക്കുക. ഫിസിയോതെറാപ്പി ചെയ്യിപ്പിക്കണം. ചെയ്തോളൂ. ഈ പറഞ്ഞ സാധനം എവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം. അങ്ങനെ എവിടെയെങ്കിലും കിട്ടുന്ന ഞാൻ ഉപയോഗിക്കാറില്ല. തന്നെ താൻ ഉണ്ടാക്കണം. അതിന് സമയമെടുക്കും. എന്റെ പൊന്നു ശ്രുതി, എന്തൊക്കെ പറഞ്ഞാലും ബർഗർ ഇല്ലാതെ അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. എത്ര സമയം എടുത്താലും ഞാനോട് വെയിറ്റ് ചെയ്തോളാം. ഇത് എന്തൊരു ശല്യാണ് ഈശ്വര. ബർഗർ എങ്ങനെയുണ്ട്? അടിപൊളി.